കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി ഈ ദേവാലയത്തിൽ നിൽക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. യേശു അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമി മാത്യൂസ്. ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി എത്തിയത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ന്യൂസിലൻഡിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ മാത്രം വന്നതാണ്. ആ സമയത്ത് എനിക്ക് കുറച്ച് റബ്ബർ നാട്ടിലുണ്ടായിരുന്നു. അത് വിൽക്കുന്ന സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിഷയങ്ങളൊന്നും വെച്ചില്ല. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് അന്ന് തന്നെ അത് വിറ്റുപോകാനുള്ള ക്രമീകൾ നടത്തുവാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അവിടെ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ PR ലഭിക്കുകയാണെങ്കിൽ മാതാവിൻ്റെ മദ്രസയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന്. വൈകാതെ തന്നെ എനിക്ക് 2 വർഷത്തിനുള്ളിൽ അവിടെ PR ലഭിച്ചു. 2023 ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ എത്തിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, എനിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങേ വഹിക്കാനുള്ള ഒരു ഭാഗ്യം തരണമേ എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മുമ്പായി ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങേ വഹിക്കാനുള്ള ഭാഗ്യം നൽകിയാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നു. തീർച്ചയായിട്ടും എനിക്ക് മാതാവിനെ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉടമ്പടി എല്ലാം ധ്യാനത്തിന് ശേഷം ഓരോരുത്തരെയും സിസ്റ്റർ പേര് വിളിച്ച് അവസാനത്തെ 6ാമത്തെ ആൾ വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചു, സ്റ്റുഡൻ്റായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റുഡൻ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ലഭിച്ചില്ല. അത് സ്റ്റുഡൻസിന് അവിടെ നിന്നൊരു മോൾക്ക് അത് കൊടുത്തു. ഉടനെ തന്നെ സിസ്റ്റർ ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്താണോ എന്ന് ചോദിച്ചു. അപ്പം മോൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ബ്രദറിനോട് വന്നാന്ന് പറഞ്ഞു. ബ്രദറിന് ഓൾറെഡി ഒരു ഇത് കിട്ടിയതുകൊണ്ട് സിസ്റ്റർ തിരികെ വാങ്ങിച്ച് അത് എനിക്ക് തന്നത്. നോക്കിയപ്പോൾ അത് മാതാവായിരുന്നു. എത്രമാത്രം സന്തോഷം എനിക്ക് അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് മാതാവിനെ വഹിച്ചുകൊണ്ട് ഇവിടെ വരാൻ എനിക്കുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ അന്ന് വരാനുള്ളൊരു പ്രധാന കാരണം, ഉടമ്പടി എടുക്കാൻ ഒരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു ന്യൂസിൽ എനിക്ക് PR ലഭിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ GPയുടെ അടുത്ത് പോയി ടെസ്റ്റുകളുണ്ട്. അതിന് പ്രകാരം എനിക്ക് PSAയുടെ ഇതിലൊരു ചെറിയ വേരിയേഷൻ വന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. PSAയുടെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. PSA കുറച്ച് ഹൈ ആയി, അതുപോലെ തന്നെ BP കൂടി. പല സന്ദർഭങ്ങളിൽ നാട്ടിൽ അന്ന് വന്നപ്പോഴേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് ഭാഗ്യമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛൻ തൈലം പുരട്ടി. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയി ഇവിടെ. അന്ന് നോർമലായി, BP നോർമലായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, മരുന്ന് കഴിക്കാൻ എനിക്ക് ഇടവരുതരുതെന്ന്. ഇന്ന് 3 വർഷമായി ഞാൻ BPക്ക് ഒന്നിനും മരുന്ന് കഴിക്കുന്നതിൽ നോർമലാണ്. അന്ന് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് അതുപോലെ ഒരു മെയ് മാസം 23-ാം തീയതിയാണ് ഞാൻ 2023 ഉടമ്പടി എടുത്തത്. അച്ഛൻ പ്രാർത്ഥിച്ചു. അത്രയും ചൂടിൽ നിന്ന് അച്ഛൻ നമുക്ക് വേണ്ടി, ഓരോരുത്തർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും ഓരോ രോഗികൾക്ക് വേണ്ടിയും അച്ഛന് സമയമെടുത്താണ് ഓരോ രോഗികളെയും കണ്ടുകൊണ്ടിരുന്നത്. ആ അച്ഛൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് ഉടനടി തന്നെ എനിക്ക് ഒരു വിടുതൽ ലഭിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ അടുത്ത ദിവസം ഒരു മാസം കഴിഞ്ഞ് ന്യൂസിലൻഡിലേക്ക് മടങ്ങിപ്പോയി. 3 ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങൾക്ക് ഹോൾട്ടുണ്ട്. 2 രാത്രി എനിക്ക് ഫ്ലൈറ്റിൽ തന്നെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ന്യൂസിലൻഡിലെത്തി. അവിടെ ഉടമ്പടി ജീവിതം നയിച്ചു. ഇടയ്ക്ക് കുറേ കഴിഞ്ഞ് എനിക്കൊരു ഇൻഫെക്ഷൻ വന്നു വയറിൽ. അത് ഹൈ ആൻറ്റിബയോട്ടിക് ഡോക്ടർ നൽകി. കുറേ കോംപ്ലിക്കേഷൻ ആയിരുന്നു. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞാൻ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി. അതിനുശേഷം എൻഡോസ്കോപ്പിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ പേടിച്ചാണ് പോയത്. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറാം. ഇന്ന് ഓക്കെ ആയിരിക്കും, പക്ഷേ നാളെ എന്തുമാകാം. ഉടമ്പടി തൈലം പെട്ടി ഞാൻ എൻഡോസ്കോപ്പി റൂമിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കയറി. അവിടെ എൻഡോസ്കോപ്പി ടേബിൾ ഞാൻ ഒപ്പിട്ടു. ദൈവത്തെ വിളിച്ച്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. റിസൾട്ട് നോർമലായിട്ട് വന്നു. ദൈവത്തിനെല്ലാ മഹത്വവും ഞാൻ നൽകുന്നു. ഒപ്പം തന്നെ അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധി ന്യൂസിലൻഡിൽ ഉണ്ടായി. അത് ഗവൺമെൻറ് എല്ലാ പ്രിക്കോഷൻസ് എല്ലാം എടുത്തു, വാണിംഗ് കൊടുത്തു. ഒരാഴ്ച മുമ്പേ അറിയാമായിരുന്നു. ഞാൻ നമ്മുടെ വിശുദ്ധ ഉടമ്പടി വസ്തുവായ വിശുദ്ധ ഉപ്പ് ഭവനത്തിന് ചുറ്റും ഇട്ടു. സത്യം പറഞ്ഞാൽ ആ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ശക്തമായ ചുഴലിക്കാറ്റ് കൊണ്ട് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി. ദൈവം അത്ഭുതമായി ആ പ്രാർത്ഥനയിലൂടെ വിടുവിച്ചു. അവിടെ
പലരെയും ഉടമ്പടി എടുക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. പത്രങ്ങളെന്ന് ഞാൻ പറയാറില്ല, പത്രം കൊടുത്ത് ഞാൻ ഒരിക്കലും പറയാറില്ല, അത് യേശുവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാനിരുന്ന ഒരു സിസ്റ്ററിൻ്റെ സാക്ഷി ഞാൻ കേട്ടതാണ്. ഈ പത്രമല്ല കൊടുക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെ ഓർത്തിട്ട് നമുക്ക് ഏൽപ്പിക്കുകയാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവായിട്ട് പ്രവർത്തിക്കും. പലർക്കും അവിടെ പള്ളികളിലും ടാക്സി ഡ്രൈവർമാർക്കും പലർക്കും ഞാൻ കർത്താവിന് കൊടുക്കാൻ സാധിച്ചു. പലരെയും ഉടമ്പടി എടുക്കാൻ ഞാൻ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കയിലുള്ള കുറച്ച് പേര്, ഒരാൾക്കാണെങ്കിൽ 3-4 വർഷമായിട്ട് അവർക്ക് ഉറക്കമില്ല, മരുന്നുകൾ കഴിച്ചാലും. ഞാൻ നമ്മുടെ കൃപാസന മാതാവിനെ പറ്റിയും അത്ഭുതങ്ങളെ പറ്റിയും ഞാൻ ഷെയർ ചെയ്തു. ഞാൻ നമ്മുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലി അവർക്ക് കൊടുത്തു. അടുത്ത ദിവസം അവർ വളരെ സന്തോഷം, എന്ത് പറയണമെന്ന് അറിയില്ല, അവർ വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് സുഖമായിട്ട് ഉറങ്ങി. ഞാൻ വീണ്ടും അന്വേഷിച്ചു, അവർക്ക് ആ രോഗം മൊത്തം മാറിപ്പോയി, ഉറക്കത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി, അവർ സുഖമായിട്ട് ഉറങ്ങുന്നു. 3-4 വർഷം രാത്രികൾ അവർക്ക് ഉറക്കമില്ല. അതുപോലെ തന്നെ എന്നോട് വേറൊരു കാര്യം അവർ ഷെയർ ചെയ്തെന്നാൽ, അവർ അമ്മ ക്യാൻസറായിട്ട് ചിലിയിലാണ്, കുറച്ച് സീരിയസ് കേസാണ്. അവരത് എന്നോട് പറഞ്ഞു പ്രാർത്ഥന വിഷയമായിട്ട്. ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അവർ വാട്സപ്പിൽ കൊടുത്ത് അവർ അയച്ചു കൊടുത്തു. ആ അമ്മ പ്രാർത്ഥിച്ചു, അവർക്ക് അവിടെ അടുത്ത ദിവസം തന്നെ സൗഖ്യം ലഭിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ലാറ്റിൻ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിൻ്റെ ആ വ്യക്തിക്ക് ഒരു ഓപ്പറേഷൻ ശേഷം ന്യൂസിലൻഡിൽ വൂണ്ട് ഹീലാകാതിരിക്കുകയായിരുന്നു. അവർക്കും അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി അത് ഹീലായി. അങ്ങനെ പല കാര്യങ്ങളും അവിടെ മാതാവിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി എൻ്റെ വിഷയം പറഞ്ഞ് അവരെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചു. അതിനുശേഷം 1 മാസത്തിന് ശേഷം അവർ പറഞ്ഞ് അവർക്ക് അവിടെ ഒരു ഉടമ്പടി വിഷയം, അവരുടെ മകൾക്ക് ഓസ്ട്രേലിയയിൽ മക്കളില്ലാതെ ഇരിക്കുകയായിരുന്നു. അവർക്കത് മക്കളുണ്ടായി. അത് വളരെ സന്തോഷത്തോടെ അവരിവിടെ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോളാമെന്ന് അവരെന്നെ അറിയിച്ചു. ഒപ്പം തന്നെ ഒരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം, എൻ്റെ മകന് വേണ്ടി അവിടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു കിട്ടാൻ. പക്ഷേ മാതാവിൻ്റെ യൂട്യൂബിലുള്ള ഇത് എടുത്തുകൊണ്ട് ഞാൻ ആ ബാങ്ക് മാനേജറുടെ മുറിയിൽ കയറി ഒന്നും ചോദിക്കാതെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി. ആത്മീയജീവിതം 2-3 വർഷം കൂടുമ്പോഴായിരുന്നു ഞാൻ വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ശേഷം എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി. മാസത്തിൽ 2 പ്രാവശ്യം വിശുദ്ധ കുമ്പസാരിക്കാൻ പറ്റി. ആഴ്ചകളിൽ 2-3 പ്രാവശ്യം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് എനിക്ക് സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ദേവാലയം രോഗസൗഖ്യത്തിന് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും നിത്യത്തിലേക്ക് നടത്തുന്ന ഒരു കേന്ദ്രമാണ്. അച്ഛൻ അതിനൊരു മുഖാന്തരമാണ്. അച്ഛൻ്റെ കണ്ണീരിൻ്റെയും ഉപവാസത്തിൻ്റെയും കഷ്ടതയുടെയും പ്രാർത്ഥനയുടെയും ജപമാലയുടെയും ഒറ്റ കാരണം കൊണ്ടാണ് മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ അച്ഛനെ ഓർക്കുന്നുണ്ട്. ഞാൻ പല സന്ദർഭങ്ങളിൽ അച്ഛൻ്റെ സ്വപ്നം കണ്ടു. കഴിഞ്ഞ ദിവസവും അച്ഛൻ്റെ സ്വപ്നം കണ്ടു. നേരത്തെ കണ്ടപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഡ്രീമിൽ ഞാൻ കണ്ടത്. ഇവിടെ അനേകായിരം പേര്, ലക്ഷം പേര് വരാൻ ആഗ്രഹിച്ചിട്ടും ദൂരെ ഇരുന്ന് സാധിക്കാതെ ഇവിടെ വരാൻ ആഗ്രഹിക്കാത്ത പലരുണ്ട്. എന്നാൽ നമുക്കിന്ന് ഇവിടെ ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ മസ്സയിൽ അഭിപ്രായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ ദേവാലയത്തിൽ അല്പസമയം ഇരിക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ കൃപാസനം എൻ്റെ ജീവിതത്തിൽ ഒരു നിത്യതയ്ക്കൊരു വഴികാട്ടിയായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കണം. പലർക്കും നിത്യത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തികളെ നമ്മൾ തീരണം. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. യേശുപ്പയോടും മാതാവിനോടും എൻ്റെ ജീവിതം ഇനിയും തുടർന്നും യേശുപ്പയിലും മാതാവിലും ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകും. എത്രത്തെ നന്മകൾ തന്നു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല, ജീവിതം കൊണ്ടും തീരത്തില്ല. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, മാതാവേ നന്ദി. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ് നാം കേട്ടത്. ഉടമ്പടി എന്നത് ദൈവം നയിക്കുന്ന വഴിയിൽ വിശ്വാസത്തോടെ നടക്കുക എന്നാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ നടക്കും. നമുക്ക് മുൻപായി വഴികൾ തുറന്നു തരുന്നു. നമ്മൾ കാണാത്ത അപകടവും പ്രതിസന്ധികളുടെയും മുൻപിൽ ദൈവം തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും പിന്നിൽ വിട്ടുപോകുന്ന കാര്യങ്ങളും ഈശോ സംരക്ഷിക്കുകയാണ് ഉടമ്പടിയിലൂടെ. മുൻപിലും പിൻപിലും നമ്മുടെ കൂടെ നിന്ന് കരുതുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. പൂർണ്ണമായ ഒരു സുരക്ഷയാണ് അമ്മ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഉടമ്പടിയിലൂടെ.
ദൈവമാണ് നമ്മുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ യാത്ര നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയുടെ സംരക്ഷണവും ദൈവത്തിൻ്റെ കാവലും അടുത്തറിഞ്ഞ ഒരു നല്ല സാക്ഷ്യമാണ് ജോമി മാത്യൂസ് നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ ഇവിടെ വന്ന നിമിഷം തന്നെ ആ സമയത്ത് റബ്ബറിൻ്റെ വില കുറയുകയും റബ്ബർ ഒത്തിരി വിൽക്കാനാവാതെ കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്ന് പരിശുദ്ധമ്മയുടെ ജസ്റ്റ് അമ്മയുടെ സന്നിധിയിൽ വന്നതേ ഉള്ളൂ. വന്നപ്പോഴേ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, റബ്ബർ വിൽക്കാതെ കിടന്ന റബ്ബർ വിൽക്കാനായിട്ട് ആൾ വന്നു എന്ന്. അത് തന്നെ ഒരു വലിയ ഒരു അടയാളമായിട്ടാണ് ജോമി നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, നാം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറുകയാണ്. മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. ആ അനുഗ്രഹം തന്നെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും കൃപാസനം പത്രത്തിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറുന്നത്. ഉടമ്പടിയിൽ ഭയമില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ധൈര്യത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം മുന്നിലും പിന്നിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ വൈകിപ്പോകുന്ന കാര്യങ്ങൾ പോലും ദൈവം ശരിയായ സമയത്ത് നടത്തും എന്ന ഒരു ഉറപ്പാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ യേശുവിൻ്റെ വഴികളിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൻ പറഞ്ഞതുപോലെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു കേന്ദ്രമാണ് കൃപാസനം. നമ്മുടെ ജീവിതവും ആ നിത്യതയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ജോമിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.